നമ്മുടെ ബീട്രൂട്ട് തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ലേശം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. നമുക്കിനി ഇതിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിതിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൽ എരിവ് അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് കടുക് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പെരട്ടി മാറ്റി വെച്ചേക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് ചെറുതീയിൽ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. നമ്മുടെ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസും ഫീഡ്ബാക്കും വഴി അറിയിക്കണേ.